നമസ്കാരം. നോക്കാം വാർത്തകൾ ഇതുവരെ. സിന്ധു നദീജല കരാറിൽ ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന അഭ്യർത്ഥനയുമായി വീണ്ടും പാകിസ്ഥാൻ. ജലശക്തി മന്ത്രാലയത്തിന് പാകിസ്ഥാൻ കത്തയച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള മൂന്നാമത്തെ കത്താണിത്. ഇനിയും ജലം ലഭ്യമായില്ലെങ്കിൽ വിളകളെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ നീക്കം. അതേസമയം ചർച്ചകൾക്കില്ലെന്നും കരാർ മരവിപ്പിച്ച നടപടി തുടരുമെന്നുമാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് നീറ്റിലിറങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. അർണാല എന്ന് പേരിട്ടിരിക്കുന്ന കപ്പൽ ജൂൺ 18-ന് വിശാഖപട്ടണത്ത് ജനറൽ അനിൽ ചൌഹാൻ കമ്മീഷൻ ചെയ്യും. വൈസ് അഡ്മിറൽ രാജേഷ് പെന്താർക്കർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. 77 മീറ്റർ നീളമുള്ള കപ്പലിന്റെ 80% പാർട്ടുകളും ഇന്ത്യൻ നിർമ്മിതമാണ്. മഹാരാഷ്ട്രയിലെ വാസയിലുള്ള അർണാല കോട്ടയുടെ സ്മരണാർത്ഥമാണ് കപ്പലിന് അർണാല എന്ന പേരിട്ടിരിക്കുന്നത്. മൂന്നാം മോദി സർക്കാരിന്റെ ഒന്നാം വാർഷികത്തിൽ സർക്കാർ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി കേന്ദ്രം. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ കാര്യമായ നേട്ടം ഉണ്ടാക്കാനായി സാധാരണക്കാരുടെ ദൈനംദിന ജീവിതം അനായാസമാക്കുന്നതിന് പല പദ്ധതികളും ആവിഷ്കരിച്ചു. കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ മുദ്രാ യോജന, സ്റ്റാൻഡപ്പ് ഇന്ത്യ തുടങ്ങിയ പരിപാടികൾ നടപ്പിലാക്കി. അതിന്റെ ഫലങ്ങൾ ജനജീവിതത്തിൽ പ്രകടമാണെന്നും പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞെന്നുമാണ് അവകാശവാദം. കൊച്ചി തീരത്തെ കപ്പൽ ദുരന്തത്തിൽ കപ്പൽ കമ്പനിയിൽ നിന്ന് സംസ്ഥാനത്തിന് വൻ നഷ്ടപരിഹാര സാധ്യത. തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും നഷ്ടപരിഹാരം നൽകണമെന്ന് രാജ്യാന്തര നിയമവും ശുപാർശ ചെയ്യുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കപ്പൽ കമ്പനിയുമായി അടിയന്തര ചർച്ച നടത്തി നഷ്ടപരിഹാരം തീരുമാനമാക്കണം എന്നാണ് ആവശ്യം. കണ്ടെയ്നർ മാലിന്യങ്ങൾ അടിഞ്ഞ് കേരള തീരത്ത് കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നടന്ന സമാന അപകടങ്ങളിൽ കപ്പൽ കമ്പനികൾ തന്നെ നഷ്ടപരിഹാരം നൽകിയിരുന്നു. ഹജ്ജിന്റെ ചടങ്ങുകൾ പൂർത്തിയാക്കി മക്കയിൽ നിന്ന് ഹാജിമാർ മടങ്ങി. പ്രതീകാത്മക കല്ലെറിയൽ കർമ്മം നിർവഹിച്ചതോടെയാണ് ചടങ്ങുകൾ പൂർത്തിയായത്. 10 ലക്ഷത്തിലേറെ ഹാജിമാരാണ് ഹറമിൽ പ്രാർത്ഥനയ്ക്കെത്തിയത്. ജീവിതത്തിലെ സകലതും ദൈവത്തിന് സമർപ്പിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച് തലമുടി മുണ്ഡനം ചെയ്ത് ആണ് മടക്കം. തിന്മകളെ അകറ്റി തീർത്ഥാടകർ മടങ്ങുമ്പോൾ കുഞ്ഞിനെ പോലെ പരിശുദ്ധിയുള്ള മനുഷ്യനാകും എന്നാണ് വിശ്വാസം. ദൈവത്തിന് വേണ്ടിയുള്ള ത്യാഗത്തിന്റെ സ്മരണകളിലൂടെയാണ് ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും. രാജ്യമാകെ ഇസ്ലാം മത വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഡൽഹി ജുമാ മസ്ജിദ് അടക്കം ഉത്തരേന്ത്യയിലെ വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് പെരുന്നാൾ നമസ്കാരം നടന്നു. ഡൽഹി ജുമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനകൾക്ക് ഇമാം സയ്യിദ് അഹമ്മദ് ബുഹാരി നേതൃത്വം നൽകി. കനത്ത സുരക്ഷയിലാണ് ഉത്തർപ്രദേശിലെ സംബലിലെ പെരുന്നാൾ ആഘോഷം. സംസ്ഥാനത്തും ബലിപ്പെരുന്നാൾ ആഘോഷങ്ങൾ നടന്നു. വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനകൾക്ക് ഇമാം VP സുഹൈബ് മൗലവി നേതൃത്വം നൽകി. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച ഇമാം വഖഫ് പലസ്തീൻ അടക്കമുള്ള വിഷയങ്ങൾ പരാമർശിച്ചു. രാജ്യത്തിന്റെ ശാന്തിയും സമാധാനവും തകർക്കുന്ന ഒരു പ്രവൃത്തിയും വിശ്വാസി സ്വീകരിക്കില്ല. പഹൽഗാമിൽ കൊല്ലപ്പെട്ട സയ്യിദ് ആദിൽ അടക്കമുള്ള 26 പേർ മതപരമായ രാജ്യത്തെ തകർക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവാണ്. ഓപ്പറേഷൻ സിന്ദൂർ പ്രശംസനീയമെന്നും VP സുഹൈബ് മൗലവി പറഞ്ഞു. കൊച്ചിയിലും ഈദ് നമസ്കാരം നടന്നു. എറണാകുളം ചക്കരപ്പറമ്പിന് സമീപം നടന്ന ഈദ് നമസ്കാരത്തിന് അറഫ മസ്ജിദ് ഖതീബ് ഇസ്ദാഖ് ഹസരി നേതൃത്വം നൽകി. മലപ്പുറം മദീൻ ഗ്രാൻഡ് മസ്ജിദിൽ ബലിപ്പെരുന്നാൾ നമസ്കാരം നടന്നു. രാവിലെ നടന്ന നിസ്കാരത്തിനും ഖുതുബയ്ക്കും മദീൻ ഗ്രാൻഡ് മസ്ജിദ് ചീഫ് ഇമാമും ഖലീൽ അൽ ബുഖാരി തങ്ങളുടെ പുത്രനുമായ സയ്യിദ് അഹമ്മദുൽ കബീർ അൽ ബുഖാരി നേതൃത്വം നൽകി. പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തും ആശംസകൾ പങ്കുവച്ചും നിലമ്പൂരിൽ മുന്നണി സ്ഥാനാർത്ഥികൾ. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂർ മിനർവ ദലഫി മസ്ജിദിലും തൃണമൂൽ സ്വതന്ത്രൻ PV അൻവർ എടക്കര പള്ളിയിലും ഈദ് നമസ്കാരത്തിൽ പങ്കെടുത്തു. ചന്തക്കുന്നിലെ ഈദ്ഗാഹിലെത്തി LDF സ്ഥാനാർത്ഥി M സ്വരാജ് ആശംസകൾ നേർന്നു. എല്ലാ ആഘോഷങ്ങളും ഒരുപോലെ കാണുന്ന മതേതര മനസ്സാണ് നിലമ്പൂരിന്റേതെന്ന് M സ്വരാജ് പറഞ്ഞു.
ബി.ജെ.പി. സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. പോത്തുകല്ല് പഞ്ചായത്തിലെ ഉപ്പട പള്ളി മദ്രസയിലെത്തിയ മന്ത്രിയെയും സ്ഥാനാർത്ഥിയെയും പള്ളി ഭാരവാഹികൾ സ്വീകരിച്ചു. വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പും നൽകി. പള്ളിയിലെത്തിയത് വലിയൊരു അനുഭവമാണെന്ന് മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. മെസ്സിയും അർജന്റീന ഫുട്ബോൾ ടീമും ഒക്ടോബറിൽ കേരളത്തിൽ കളിക്കുമെന്ന് കായികമന്ത്രി വി. അബ്ദുറഹ്മാൻ. മാച്ച് ഫീ അടച്ചു കഴിഞ്ഞെന്നും ഒക്ടോബറിൽ മത്സരം നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന് ഒരു ബാധ്യതയുമില്ല. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി സംയുക്ത പ്രഖ്യാപനം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരും എന്നുള്ള വി. അബ്ദുറഹ്മാന്റെ പ്രസ്താവന സംശയകരമെന്ന് യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി.പി. അഷ്റഫ് അലി. മുൻപ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പാണ് മന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. ഇപ്പോഴത്തെ പ്രസ്താവന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ളതാണോ എന്ന് സംശയിക്കുന്നുവെന്നും അഷ്റഫ് അലി പറഞ്ഞു. ബംഗളൂരു എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ദുരന്തത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ, ആഭ്യന്തരമന്ത്രി ജി. പരമേശ്വര എന്നിവർക്കെതിരെ നിയമ നടപടിയുമായി ബി.ജെ.പി. ഇവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക ബി.ജെ.പി. ജനറൽ സെക്രട്ടറി പി. രാജീവ് പോലീസിൽ പരാതി നൽകി. ആർ.സി.ബി. ക്യാപ്റ്റനായ വിരാട് കോഹ്ലിക്കെതിരെ ഇന്നലെ ഒരു പൊതുപ്രവർത്തകനും പരാതി നൽകിയിട്ടുണ്ട്. ശിവമോഗ ജില്ലക്കാരനായ എച്ച്.എം. വെങ്കിടേഷാണ് സ്റ്റേഡിയത്തിന് സമീപമുള്ള കബ്ബൺ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ബംഗളൂരു ദുരന്തത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ രാജിവെച്ചു. സെക്രട്ടറി, ട്രഷറർ എന്നിവരാണ് രാജിവെച്ചത്. ദുരന്തത്തിന് കാരണമായ ഗേറ്റ് മാനേജ്മെന്റും ക്രൗഡ് മാനേജ്മെന്റും തങ്ങളുടെ ഉത്തരവാദിത്തമല്ലെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ബംഗ്ലാദേശിൽ അടുത്ത വർഷം ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനുസ് ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദാംശങ്ങൾ തയ്യാറാക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വൈകുന്നതിനെതിരെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും സൈനിക തലവനും അടക്കം ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു. യുക്രൈനിൽ ഉടനീളമുള്ള നഗരങ്ങളെ ആക്രമിച്ച റഷ്യ. ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യുക്രൈൻ നേരത്തെ റഷ്യയുടെ സൈനിക വ്യോമത്താവളങ്ങൾ, ഇന്ധന ഡിപ്പോകൾ എന്നിവ ആക്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തിരിച്ചടിയുണ്ടായത്. തങ്ങളുടെ ബോംബർ വിമാനങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് പ്രതികാരമായാണ് പ്രത്യാക്രമണമെന്ന് റഷ്യ വ്യക്തമാക്കി. ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. കോവിഡ് ബാധിച്ച് കേരളത്തിലെ ഒരാളടക്കം രാജ്യത്ത് 4 പേർ മരിച്ചു. കേരളത്തിലേത് കൂടാതെ തമിഴ്നാട്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് ഓരോ മരണം റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്ത് 59കാരനാണ് രോഗം ബാധിച്ച് മരിച്ചത്. അതേസമയം രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 5755 ആയി. ഇതിൽ 1806 പേർ കേരളത്തിലാണ്. ആന്ധ്രാപ്രദേശ് ടെക്സ്റ്റൈൽ വകുപ്പ് മന്ത്രി എസ് സവിത ഇന്ന് കിഴക്കമ്പലത്തെ കിറ്റെക്സ് ആസ്ഥാനത്തെത്തും. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നിർദ്ദേശപ്രകാരമാണ് സന്ദർശനം.
കിറ്റെക്സ് MD സാബു M. ജേക്കബിനെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുമായിട്ടുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിക്കാനാണ് എത്തുന്നത്. 3500 കോടി രൂപ മുതൽ മുടക്കി 50,000 പേർക്ക് തൊഴിൽ നൽകുന്ന 2 ഫാക്ടറികളാണ് കിറ്റെക്സ് തെലങ്കാനയിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ഫാക്ടറി വാറങ്കലിൽ കഴിഞ്ഞ ഏപ്രിലിൽ പ്രവർത്തനം തുടങ്ങി. ഇന്നലെ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ മൃതദേഹം KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ പൊതുദർശനത്തിന് വെച്ചു. അന്തിമോപചാരം അർപ്പിക്കാൻ AK ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇന്ദിരാഭവനിലെത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും അന്തിമോപചാരം അർപ്പിച്ചു. രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ ചടങ്ങിൽ കൃഷിമന്ത്രി വിട്ടുനിന്ന വിവാദത്തിൽ CPIക്കും CPMനും ഒരേ നിലപാടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വർഗീയവൽക്കരണത്തിന് ഉപകരണമായി ഗവർണർമാരെ ഉപയോഗിക്കുന്നു. കാവ്യവൽക്കരണത്തിനാണ് ശ്രമം. പൊതു ഇടത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്നതിന് അടയാളം പ്രദർശിപ്പിക്കുന്നത് അസംബന്ധമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. രാജ്ഭവൻ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പതാക ഉയർത്തി മരം വെക്കുന്ന പ്രതിഷേധ പരിപാടിക്ക് CPI തുടക്കം കുറിച്ചു. ഭാരതമാതാവിന്റെ പ്രതീകം ഭാരതത്തിന്റെ ദേശീയ പതാകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് എല്ലാ ബ്രാഞ്ചുകളിലും ദേശീയ പതാക ഉയർത്തിയത്. ഭാരതാംബ എന്നാൽ ജനങ്ങളാണെന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ടെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ച സംഭവത്തിൽ മന്ത്രി P. പ്രസാദിന്റെ കായംകുളം നൂറനാട്ടെ വീടിന് മുന്നിൽ BJP പ്രതിഷേധം. ഭാരതാംബയുടെ ചിത്രം പൂജിച്ചായിരുന്നു പ്രതിഷേധം. ആലപ്പുഴ തെക്ക് ജില്ലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. CPI പ്രവർത്തകർ BJP പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. മയക്കുമരുന്നിനെതിരെ ജൂൺ 10-ന് CPM കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് എറണാകുളം ജില്ലാ സെക്രട്ടറി S. സതീഷ്. 15 കേന്ദ്രങ്ങളിൽ മനുഷ്യക്കോട്ട തീർക്കും. 2 ലക്ഷം പേർ മനുഷ്യക്കോട്ടയിൽ അണിചേരും. താഴെത്തട്ടിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ പോലീസിനും എക്സൈസിനും കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞു. BJP നേതാവും നടനുമായ G. കൃഷ്ണകുമാറിനും മകൾ ദിയ കൃഷ്ണയ്ക്കും ഭർത്താവ് അശ്വിനുമെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ്. ദിയ കൃഷ്ണയുടെ തിരുവനന്തപുരം കവടിയാറിലെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരാണ് പോലീസിൽ പരാതി നൽകിയത്. ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്നാണ് പരാതി. ജീവനക്കാരികൾ 8,82,000 രൂപ നൽകിയതിന്റെ രേഖകൾ പോലീസിന് കൈമാറി. അതേസമയം സ്ഥാപനത്തിലെ പണം കവർന്നെന്ന പരാതിയിൽ വനിതാ ജീവനക്കാർക്കെതിരെയും കേസെടുത്തു. സ്ഥാപനത്തിലെ 69 ലക്ഷം രൂപ ജീവനക്കാർ കവർന്നെന്നാണ് FIR. കടയിലെ QR കോഡ് മാറ്റി 2024 ജൂലൈ മുതൽ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. ജീവനക്കാരായ വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവർക്കെതിരെയാണ് കേസ്. ഇടുക്കിയിൽ ഭൂമി കയ്യേറ്റത്തെ തുടർന്ന് റവന്യൂ വകുപ്പ് സീൽ ചെയ്ത കാരവൻ പാർക്ക് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ശ്രമം. നെടുങ്കണ്ടം മാൻകുത്തിമേട്ടിൽ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച കാരവൻ പാർക്കാണ് വിലക്കുകൾ ലംഘിച്ച് തുറന്നത്. സംഭവത്തിൽ റവന്യൂ വകുപ്പ് ഇടപെട്ടു. സ്ഥാപനം വീണ്ടും സീൽ ചെയ്തു. സർക്കാർ ഭൂമിയെന്ന ബോർഡും പുനഃസ്ഥാപിച്ചു. ഉടമയ്ക്കെതിരെ കേസെടുക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കോതമംഗലം വടാട്ടുപാറയിൽ പുലി ഇറങ്ങിയെന്ന് സംശയം. ഒളിമ്പ്യൻ അനിൽഡ തോമസിന്റെ വളർത്തുനായയെ കൊന്നു. കഴിഞ്ഞ രാത്രിയാണ് സംഭവം. കെട്ടിയിട്ട നായയാണ് പുലി കൊന്നത്. 1 മാസത്തിനിടയിൽ 5 നായകളെ പുലി ആക്രമിച്ചു. തിരുവനന്തപുരം PMGയിലെ TVS സ്കൂട്ടർ ഷോറൂമിൽ വൻ തീപിടുത്തം. 100ഓളം വാഹനങ്ങൾ ഷോറൂമിലുണ്ടായിരുന്നു. 2 മണിക്കൂറോളം തീ പടർന്നു. അതിനുശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. ആലപ്പുഴ നഗരമധ്യത്തിൽ ഇന്നലെ രാത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ ഒരു വീട് പൂർണ്ണമായും കത്തിനശിച്ചു. മുല്ലയ്ക്കൽ തെരുവിലെ സമൂഹ മഠത്തിലാണ് തീപിടുത്തമുണ്ടായത്. ആളില്ലാത്ത വീട്ടിലാണ് ആദ്യം തീ കണ്ടത്. അതേ നിരയിലുള്ള 2 വീടുകളിലേക്ക് തീ പടർന്നു. ഷോർട്ട് സർക്യൂട്ട് എന്ന് സംശയം. 10 പേരെ വിവാഹം ചെയ്ത് മുങ്ങിയ യുവതി തിരുവനന്തപുരത്ത് പിടിയിൽ. എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശി രേഷ്മയാണ് ആര്യനാട് പോലീസിന്റെ പിടിയിലായത്. ഓൺലൈനായി വിവാഹ പരസ്യം നൽകി വിവിധ ജില്ലകളിലായാണ് തട്ടിപ്പ് നടത്തിയത്. പുതിയ വിവാഹത്തിന് തൊട്ടു മുൻപാണ് കുടുങ്ങിയത്. പ്രതിശ്രുത വരനായ പഞ്ചായത്ത് അംഗവും ബന്ധുവും ചേർന്നാണ് തട്ടിപ്പ് പുറത്താക്കിയത്. പിടിയിലായ രേഷ്മയ്ക്ക് 2 വയസ്സുള്ള കുഞ്ഞുമുണ്ട്. തിരുവനന്തപുരം നേമത്ത് 4ാം ക്ലാസ്സുകാരിയുടെ മരണത്തിൽ ദുരൂഹത തുടരുന്നു. 9 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിക്ക് ഫാനിന് മുകളിൽ എങ്ങനെ കുരുക്കിടാൻ കഴിയുമെന്നാണ് പോലീസിനെയും കുഴയ്ക്കുന്നത്.
കൊല്ലത്ത് പേവിഷബാധയേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ എങ്ങനെയാണ് പേവിഷബാധയേറ്റതെന്ന പരിശോധന തുടരുന്നു. ഇന്നലെയാണ് കടയ്ക്കൽ കുറ്റിക്കാട് സ്വദേശി ബൈജു മരിച്ചത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണം പേവിഷബാധയേറ്റെന്ന് സ്ഥിരീകരിച്ചത്. പട്ടാമ്പിയിൽ വീട്ടിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. മേലെ പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റിൽ താമസിക്കുന്ന അബ്ദുൾ സമദിന്റെ വീട്ടിൽ നിന്നാണ് മൂർഖനെ പിടികൂടിയത്. വെള്ളം കഴിഞ്ഞതോടെ വീട്ടുകാർ വാൽവ് തുറക്കാൻ എത്തിയപ്പോഴാണ് പാമ്പിനെ കണ്ടത്. അഴുക്കുവെള്ളം പോകുവാനുള്ള ചേംബറിലായിരുന്നു പാമ്പുണ്ടായിരുന്നത്. തലനാഴിയേക്കാണ് വീട്ടുകാർ പാമ്പിന്റെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ സുധീഷ് കൂറ്റനാട് സ്ഥലത്തെത്തി മൂർഖനെ പിടികൂടി. ഇടത് സർക്കാർ മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ അതിനെതിരെ സമരം ചെയ്തവരാണ് ആര്യാടനും കോൺഗ്രസുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മലപ്പുറത്തെ വിശ്വാസികളാണ് CPMന്റെ കരുത്ത്. വർഗീയതയ്ക്കെതിരെ പോരാടുന്നതും അവരാണ്. മലപ്പുറം UDFന്റേതോ കോൺഗ്രസിന്റേതോ അല്ല. CPMന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് മലപ്പുറം എന്നും ശക്തി കേന്ദ്രമായി മലപ്പുറം മാറുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും നമുക്ക് ഡെയിലി കണക്ക് ഇവർ നോക്കിയിട്ടില്ല. അപ്പോൾ ഇവരുടെ ഓഡിറ്റർ ഇതെല്ലാം പരിശോധിക്കുന്നത്. അപ്പോൾ ഓഡിറ്റർ ഒരു ഇപ്പോൾ കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണയും മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. അങ്ങനെ ഈ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഈ കുട്ടികൾ ആദ്യം സമ്മതിക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഇവർ ജോലി വിട്ടുപോകുന്നു. അത് കഴിഞ്ഞ് രാത്രി ഇവർ വിളിച്ച് ഇവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങൾ പൈസ എടുത്തിട്ടില്ല, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റോറി ഇട്ടു ഈ ഇൻസ്റ്റാഗ്രാമിനകത്ത്. എന്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ പൈസ തട്ടിപ്പ് നടത്തതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഏതെങ്കിലും കസ്റ്റമേഴ്സ് എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഇത് ഇങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കണമെന്ന്. ഇവിടെ വിചാരിച്ചു അധികം പേരൊന്നും അയക്കില്ലായിരിക്കും, കാരണം അങ്ങനെ നടന്നിട്ടില്ലെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് ഇങ്ങനെ മെസ്സേജ് വരുന്നു. ഞാൻ ഇത്രാം തീയതി വാങ്ങിച്ചിട്ട് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇതിന് അപകടം പിടിയിട്ട് ഇവര് ഈ 3 കുട്ടികളും അതിൽ 2 പേര് കല്യാണം കഴിച്ചവരാണ്. അവരുടെ ഭർത്താക്കന്മാരുൾപ്പെടെ ഇവരുടെ ഫ്ളാറ്റിൽ വന്നിട്ട് ഞങ്ങൾ സെറ്റിൽമെന്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് വരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ ചെറിയൊരു സംഖ്യയുമായിട്ടാണ് വന്നത്. അപ്പോൾ ഇവരിന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവർ സമ്മതിച്ചിട്ട് പറഞ്ഞു, ദയവ് ഇതിനി റിപ്പോർട്ട് ചെയ്യരുത്, ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം പോകും. അപ്പോൾ ഇവർ പൈസ തരാൻ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നെയൊക്കെ വിളിച്ചു വരുത്തി. അപ്പോൾ ഞങ്ങളെല്ലാം വന്നപ്പോഴത്തേക്ക് ഒരു ഫ്ളാറ്റിന്റെ താഴെ അസോസിയേഷന്റെ ഹാളിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവർ കുറച്ച് പറഞ്ഞു, ഷുമാർ ഇങ്ങനെ ഞങ്ങൾക്കൊരു അസൗകര്യമുണ്ട്, ഇവിടെ നിങ്ങൾ പോകണം. ഇതെല്ലാം അവിടുത്തെ ഫ്ളാറ്റിൽ CCTV ഉണ്ട്, പോലീസ് വന്ന് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർ ഈ ഓഫീസിലേക്കാണ് വരുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ സംസാരം ഒന്ന് കടുപ്പിച്ചപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇതിനിടയ്ക്ക് ബാങ്ക് വഴി അന്വേഷിച്ചപ്പോഴത്തേക്ക് 69 ലക്ഷം രൂപയാണ് ഇവർ QR കോഡ്, അതായത് ബാങ്ക് രേഖകളിലൂടെ ഇവർ തട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവര് കുറെയൊക്കെ ആദ്യം സമ്മതിച്ചില്ല, പിന്നീട് ഇവർ സമ്മതിച്ചു തുടങ്ങി. അപ്പൊ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം. അപ്പൊ ഇതിനിടയ്ക്ക് ഇവിടെ ഒരു കുട്ടിയുടെ ഭർത്താവ് ഇവിടെ നിന്ന് പുറത്തുപോയി ഒരു 3 മണിക്കൂറിനകത്ത് തിരിച്ചു വരുന്നു. 8,82,000 രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടിരുന്നു. ഇതിന്റെ എല്ലാം തെളിവുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ക്യാമറയിൽ ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഇനി പൈസ തരാം, പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ഉടനെ പറ്റില്ല, ഞങ്ങൾക്ക് സമയം തരണം, ഞങ്ങൾക്ക് ചെക്ക് തരാൻ പറ്റും. അങ്ങനെ ഒരു ഒത്തുതീർപ്പ് പോലെ ഇവര് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ഇത് ഉൾപ്പെടെ വീഡിയോയ്ക്കകത്തുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അന്ന് രാത്രിയോ എന്റെ അടുത്ത ദിവസം രാത്രിയോ മകളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നു, ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു പൈസ തരാൻ, ഇനി ഞങ്ങളെ മേലിൽ വിളിക്കരുത്, വിളിച്ചാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഈ ഭീഷണി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനകത്തൊരു അപകടമുണ്ട്. അടുത്ത ദിവസം രാവിലെ ഞായറാഴ്ചയായിട്ടും ശ്രീ സ്റ്റുവർട്ട് ഗില്ലർ, ഇവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണറാണ്, അദ്ദേഹത്തിനെ പോയി കണ്ട് ഞങ്ങൾ പരാതി കൊടുക്കുന്നു, ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു, അതിന് പുറമെ ഒരു ഭീഷണിയും നടന്നിരിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ശരി, നിങ്ങൾക്ക് ന്യൂസ് സ്റ്റേഷനിലോട്ട് ഈ പരാതി അയക്കുന്നു. ഞങ്ങൾ ഈ പരാതി കൊടുത്തതിന് അടുത്ത ദിവസം ഇവര് ഈ തട്ടിപ്പ് നടത്തിയ കുട്ടികൾ അവരവിടെ വന്നൊരു പരാതി കൊടുക്കുന്നു. ഞങ്ങൾ അവരെ എവിടെന്നോ ഒരു അജ്ഞാത സംഖ്യത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി അവരെ കെട്ടിയിട്ട് ഇടിച്ച് അവരിൽ നിന്ന് പൈസ എടുത്തിരിക്കുന്നു. ഞങ്ങൾ സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തു. എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഇരിക്കുന്ന ഇലക്ട്രോണിക് വീഡിയോസ്, മറ്റ് തെളിവുകളെല്ലാം ഞങ്ങൾ അവിടെ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചു വരുന്നു. പക്ഷെ ഇതിന് ശേഷം നമ്മൾ വേറെ കാര്യങ്ങൾ അവർ പലപ്പോഴായിട്ട് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് ഇതിൽ നിന്ന് പിന്മാറണം എന്നൊക്കെ. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ചാനൽ വഴിയാണ് എന്നെ പലരും വിളിച്ചു പറയുന്നു, നിങ്ങൾക്കെതിരെ കേസിട്ടിട്ടുണ്ട്, നിങ്ങൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് വാറണ്ട് വരികയാണ്. ഇതിനിടയ്ക്ക് നമ്മളെന്ത് വെച്ചാൽ നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ച് ഞങ്ങൾ ഇതിന്റെ രേഖകളെല്ലാം അവിടെ കൊടുത്ത് മെയിൽ അയച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് വളരെ പോസിറ്റീവായ മറുപടിയും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ വിശ്വാസം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിൽ ഉചിതമായ നടപടിയെടുക്കും. ന്യായം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും എന്റെ കുടുംബത്തിനും കിട്ടുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമുണ്ടല്ലോ, കാരണം എന്തെങ്കിലും അടിസ്ഥാനമുള്ള പോലീസിനും എഫ്ഐആർ ഇല്ലല്ലോ. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഇതുപോലെ തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള കാര്യങ്ങൾ ചേർത്താണ് ഈ 3 പരാതിയിൽ താങ്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നത്. അങ്ങനെ എന്തെങ്കിലും അടിസ്ഥാനങ്ങളിൽ പോലീസ് കേസെടുക്കുക, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇവർ തട്ടിക്കൊണ്ടുപോവുകയോ ഇവരെ ഭീഷണിപ്പെടുത്തുകയോ ഇവരോട് പണം കൈപ്പറ്റുകയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഭീഷണിപ്പെടുത്തി ചോദിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇതിനകത്ത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പൈസ പോയി എന്ന് പറയുന്നതിനും
ഇവരിവിടെ വന്നതിനും പോയതിന്റെ എല്ലാത്തിന്റെയും ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്, വീഡിയോ സഹിതമാണ്. അതായത് കുറ്റം ചെയ്തത്, ഫോർ എക്സാമ്പിൾ QR കോഡ് മാറ്റി പൈസ എടുക്കുന്നതിന്റെ വീഡിയോ ഉണ്ട്, കുറ്റം സമ്മതിക്കുന്നതിന്റെ വീഡിയോ ഉണ്ട്, ഇവരിവിടെ ഇരിക്കുന്ന വീഡിയോ ഉണ്ട്, യാത്ര ചെയ്ത് ഇവിടെ വരുന്നത്, ഇവിടെ നിന്ന് പോകുന്നതിന്റെ വീഡിയോ ഉണ്ട്. നമുക്ക് കൊടുക്കാവുന്ന മുഴുവൻ തെളിവുകൾ നമ്മൾ കൊടുത്തു, പോലീസ് ബാക്കിയൊന്ന് ശേഖരിച്ചു. അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഒരു തെളിവും അവിടെ കൊടുത്തതായിട്ടും കാണുന്നില്ല. അവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതോ കെട്ടിയിട്ടതോ അടിച്ചതോ ഇടിച്ചതോ അല്ലെങ്കിൽ ഒരു ചീത്ത വാക്ക് പറയുന്നതോ എന്തെങ്കിലും ഒരു വീഡിയോ അവരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമുക്കിതിരെ കേസെടുക്കുന്നത് അതൊക്കെ പോലീസിന്റെ ഭാഗത്തെ ന്യായമായ കാര്യമാണ്, അവരെടുക്കാം, അവർക്ക് എന്തുകൊണ്ട് ചെയ്യാം. പക്ഷേ ഒരു കൗണ്ടർ കേസും കൂടിയാണ്, അതുകൂടെ നിങ്ങൾ ഓർക്കണം. നമ്മൾ പരാതി കൊടുത്തതിന് ശേഷം കൊടുക്കുന്ന ഒരു കൗണ്ടർ കേസാണ്. സാധാരണ കൗണ്ടർ കേസിനെ ഗൌരവത്തിൽ എടുക്കില്ല. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു, പോലീസ് കൃത്യമായി പ്രവർത്തിക്കും. കാരണം പോലീസിന്റെ ഭാഗത്ത് ഒരിക്കലും ഒരു തെറ്റ് ഞാൻ പറയാത്ത, കാരണം യൂണിഫോം ഇട്ടവരെ എപ്പോഴും മാനിച്ചോണം, കാരണം അതൊരു സേനയാണ്. പക്ഷെ ഈ പോലീസിനകത്താണ്. ഇപ്പൊ ഞാൻ സിനിമയിലും രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്നതാണ്. സിനിമയിലും രാഷ്ട്രീയത്തിലും മോശക്കാർ കാണും എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാർ സിനിമക്കാർ മൊത്തം മോശക്കാരാവും, ഇല്ല. ഇതേപോലെ പോലീസ് സേന 99% നല്ലവരാണ്. പിന്നെ ചില പുഴുക്കുത്തുകളുണ്ടാവും. ഇതിൽ ഏതോ ഒരാളുടെ ഒരു കുബുദ്ധിയുടെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്, ആരോ ഈ കുട്ടികളുടെ പുറകിലുണ്ട്. കാരണം ഈ കുട്ടികൾക്ക് ഇതിനുള്ള കപ്പാസിറ്റി ഉള്ള കുട്ടികളല്ല. മാത്രമല്ല, ഇവളുടെ ഏത് ചടങ്ങുകൾ നിങ്ങൾ നോക്കിയാലും മതി. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഇവിടെ ഈ ഇൻസ്റ്റയിൽ ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് എല്ലാ ഫോട്ടോസും വീഡിയോസും വരും. ആ ഫോട്ടോയിൽ മുഴുവൻ ഈ കുട്ടികളാണ് കൂടെ നിൽക്കുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞു, എങ്ങനെയല്ല പോകേണ്ടത്, ഇങ്ങനെയല്ല ശ്രദ്ധിക്കണം, മറ്റൊന്നും ഇല്ല, നമ്മുടെ അനിയത്തിമാരെ പോലെ എന്റെ പിള്ളേരാണ് എന്നാ ഇവള് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരിക്കൽ പോലും ഇവരെ സംശയിച്ചില്ല ഈ പൈസ പറഞ്ഞിട്ട് പോലും. അല്ല, കൗണ്ടർ കേസിനെ പോലീസ് ഇത്ര ഗൗരവത്തിലെടുക്കണമെന്ന് തന്നെ പറഞ്ഞു. പക്ഷേ ഈ കേസിനകത്ത് അങ്ങനെയല്ലോ വന്നിരിക്കുന്നത്. കൗണ്ടർ കേസിനകത്ത് FIR എടുത്തിട്ടുണ്ട്. FIR-നകത്ത് പറഞ്ഞിരിക്കുന്ന വകുപ്പുകളും ഗുരുതരമാണ്. അപ്പോൾ അതിനെ നമ്മൾ ഗൗരവത്തിൽ കാണണ്ടേ? അല്ലെ, നമ്മൾ ഗൗരവത്തിൽ കണ്ടതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ, അതായത് ആഭ്യന്തരം കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നമ്മൾ സമീപിച്ചതും പരാതി കൊടുത്തതിന്റെ കാര്യം അതാണ്. നമുക്ക് അതിനപ്പുറം ചെയ്യാൻ പറ്റില്ല. കാരണം സ്വാഭാവികമായിട്ടും ജാമ്യമില്ല വാറണ്ട് ഇടുന്നത് എപ്പോഴാണ്? അവധി ദിവസങ്ങൾ നോക്കിയിടും. അതേപോലെ കരുതിക്കൂട്ടി തന്നെയാണ് ഇതിട്ടിരിക്കുന്നത്. അല്ല, സ്വാഭാവികമായിട്ടും ആ സ്റ്റേഷന്റെ ചാർജ് എന്ന് പറയുന്നത് അവിടുത്തെ CA ആണ്. CA നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിമൽ ഇബ്രാഹിം, എന്താ അദ്ദേഹത്തിന്റെ പേര്, അങ്ങനെ വിമൽ, അദ്ദേഹമാണ്. അപ്പൊ വിമൽ ഗബ്രിയിൽ നിന്നുമാണ്. അപ്പൊ അദ്ദേഹം ആയിരിക്കാം. നമുക്ക് നേരിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ പോയ ദിവസവും ഒട്ടും സുഖകരമല്ലാത്ത ഭാഷയും ശരീരഭാഷയുമാണ് പുള്ളി സ്വീകരിച്ചത്. കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സാംസ്കാരിക രംഗത്തും അല്ലെങ്കിൽ പൊളിറ്റിക്സിലും ഉള്ള ഒരു വ്യക്തി പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഏത് രീതിയിൽ എല്ലാവരും പെരുമാറും. പക്ഷെ അന്ന് തന്നെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി സംസാരിക്കുകയൊക്കെ കാണുന്നുണ്ട്. അപ്പോഴും നമുക്കൊരു പരാതിക്ക് പോയില്ല. അവിടെ ഇരുന്നു ഒരു 2-3 മണിക്കൂർ എടുത്ത് മൊഴിയെടുക്കാൻ എല്ലാം കൊടുത്തിട്ട് ഞാൻ വന്നിരിക്കുന്നു. ഇപ്പൊ പോലും എനിക്കൊരു മെസ്സേജ് കിട്ടിയിട്ടില്ല, എനിക്കെതിരെ ഇങ്ങനെ കേസ് ഇട്ടതായിട്ടോ ഒന്നും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പത്രമാധ്യമങ്ങൾ സുഹൃത്തുക്കൾ വഴിയാണ് ഞാൻ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. CA ആണ്. വിമൽ എന്നൊരു മനുഷ്യൻ. ആരാണ് അദ്ദേഹം? അത് കുറച്ച് ഉയരം കൂടിയ മനുഷ്യനാണ്. CA. ദിയയ്ക്ക് എന്തെങ്കിലും പറയാനുള്ളത്? ദിയയുടെ സ്ഥാപനമാണ് ഇതിനകത്ത് ഈ പറഞ്ഞ 60 ലക്ഷം രൂപ ചെറിയ കാര്യമല്ല. എങ്ങനെയാണ് തിരിച്ചത്? ഓഡിറ്റിലാണോ? അതിനൊന്നും പറഞ്ഞു പോലുമില്ല. ഇല്ല, ഞാൻ അറിയുന്നില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ പോലെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു പല ദിവസങ്ങളും. അപ്പൊ എനിക്കവിടെ ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിവരം ഞാൻ ഇവരെയാണ് വിളിച്ച് ഏറ്റവും കൂടുതൽ അറിയിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇന്ന് വയ്യ, ഞാൻ ഹോസ്പിറ്റലിലാണ്, നിങ്ങളെ വിശ്വസിച്ചെല്ലാം ഏൽപ്പിക്കുകയാണ്, ഇന്ന് എത്ര രൂപ വന്നു എന്നുള്ളതെല്ലാം എനിക്ക് ഈവനിങ് ആകുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത്. ചില ദിവസങ്ങൾ കസ്റ്റമേഴ്സ് വന്നു ഒന്നും മേടിച്ചില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വയ്യാതിരുന്നത് കൊണ്ട് തന്നെ CCTV ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലും ആയിരുന്നില്ല ഞാൻ. പിന്നെ അശ്വിന് പറ്റുമ്പോഴൊക്കെ അശ്വിൻ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അല്ലാത്തപ്പോൾ അയാൾക്കും അയാളുടെ ജോലിയും കാര്യങ്ങളും തിരക്കുമായിരുന്നു. അപ്പോൾ അതിന്റെ ഇടയിലായിരുന്നു സംഭവിച്ചത്. എനിക്ക് പൈസ പോയതിനേക്കാൾ വിശ്വാസവഞ്ചനയുടെ അതിന്റെ ഒരു വേദനയാണ് കൂടുതലുള്ളത്. പോലീസ് എന്തെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ പോലീസിനോട് പറയുകയോ പോലീസ് സ്റ്റേഷനിൽ പറയുകയോ ചെയ്തിട്ടുണ്ടോ? ഞാൻ പേഴ്സണലി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. എനിക്ക് വയ്യായിരുന്നു, പോയി. ഇതിനുശേഷം ഈ പറഞ്ഞ 3 വനിതകളിൽ ആരെങ്കിലും പേഴ്സണലി സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ലാസ്റ്റ് ആ ഒരു ത്രെട്ടൻ ചെയ്യുന്ന പോലെ ഒരാളുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് സംസാരിച്ചു. 31-ാം തീയതി എന്നെ വിളിച്ച് സംസാരിച്ചു രാത്രി. അതിനുശേഷം എന്നെ ആരും വിളിച്ചിട്ടില്ല. എന്നെ വിളിച്ച് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് കേസ് കൊടുത്തു എന്നെന്തോ അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നടപടി നമ്മള് അതായിട്ട് BJP നേതാവും നടൻ കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണയുമാണ് മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെന്ന പരാതിയിൽ പ്രതികരിക്കുകയാണ് ഇരുവരും ഇപ്പോൾ. എന്നാൽ തങ്ങളുടെ 69 ലക്ഷം രൂപ സ്ഥാപനത്തിൽ നിന്ന് ഈ ജീവനക്കാർ തട്ടിയെടുത്തു എന്നുള്ളതാണ് കൃഷ്ണകുമാറിന്റെ വാദം. അവർ ഇത്തരത്തിലൊരു പരാതിയും പോലീസിൽ നൽകിയിട്ടുണ്ട്, മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ രീതിയിൽ പെരുമാറുന്നത്. കാരണം മുഖത്ത് നോക്കുന്നില്ല, നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല, ഒരു അലക്ഷ്യമായി എല്ലാം കഴിഞ്ഞിട്ട് രണ്ടുപേരും കേട്ടല്ലോ, 2 പേർക്ക് FIR ഇടും, പിന്നെ കാണാം, ഇറങ്ങണം.
ഈ രീതിയിൽ സംസാരിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പൊ എന്തെങ്കിലും അദ്ദേഹത്തിനും നമ്മളടുത്ത്, കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് നമ്മുടെ ഒരു വൈരാഗ്യവും മറ്റും വരണമെന്നില്ല. ഇനി രാഷ്ട്രീയപരമായിട്ടോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പുള്ളിക്കുണ്ടോ എന്നും എനിക്കറിയത്തില്ല. അങ്ങനെ പറയാനുള്ള കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും നമ്മളത് കാണാറുണ്ടല്ലോ. കാരണം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു, ചിലപ്പോൾ അദ്ദേഹം വേറൊരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരാളോ എന്തെങ്കിലും ഇതിന് മുൻപ് പുള്ളിക്ക് നമ്മളോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ല. കാരണം ഒരാൾ ആദ്യമായി കാണുന്ന ഒരാൾ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ ചിലപ്പോൾ എന്റെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല, നമുക്കറിയത്തില്ല. അടുത്ത ഫർദർ മൂവ്മെന്റ് എന്താണ്? കോടതിയിലേക്ക് പോകുന്നത്? അല്ല, കോടതിയിലോട്ടേ നമുക്ക് പോകാൻ പറ്റൂ. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതാണ് മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് വിശ്വാസവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെയാണ്. അതുകൊണ്ട് ന്യായമായ ഒരു നടപടി അവിടെ നിന്ന് ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. പക്ഷെ കോടതി പോകണ്ടേ? അതല്ലേ അതിന്റെ ഒരു മെറിറ്റ്? അല്ല, ആൻസിപ്പേറ്ററി ബെയിൽ കിട്ടത്തില്ലല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവധി ദിവസമുണ്ട്, അവധിയാകുമ്പോഴത്തേക്ക് നമുക്ക് അതിന് നീങ്ങാൻ പറ്റില്ല. ബെയിലിന് വേണ്ടി മാത്രമല്ല, ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും പോകില്ല. ഇനിയിപ്പോൾ നമുക്ക് കോടതി തുറക്കുന്ന ദിവസം നമുക്ക് ആദ്യ നടപടി അത് തന്നെയാണല്ലോ. എല്ലാവർക്കും നന്ദി. താങ്ക് യു. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണയും അവർക്കെതിരെ ഉയർന്നുവന്ന തട്ടിക്കൊണ്ടുപോകൽ പരാതിയിൽ പ്രതികരിക്കുകയായിരുന്നു. വാർത്തകൾ ഇതുവരെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം പകൽ വാർത്ത. മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.